ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അങ്ങനെ ഭാര്യാസഹിതനായി ശ്രീരാമൻ രാജഭരണത്തിൻ്റെ ചമയങ്ങളോ രാജഭരണത്തിൻ്റെ ഉത്തരവാദിത്വമോ ഭാരമോ ഒന്നുമില്ലാതെ സസുഖം ആ വനത്തിൽ ഇങ്ങനെ താമസിക്കുകയാണ്. 13 വർഷം വനത്തിൽ ജീവിച്ചു പോന്നു സന്തോഷത്തോടുകൂടി. തപസ്വികളുടെ സ്നേഹാദരങ്ങളൊക്കെ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് വളരെ സൗമ്യമായൊരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1 വർഷം മാത്രമാണ് ഇനി വനവാസത്തിൽ ബാക്കിയുള്ളത്. ആ സമയത്ത് അവിടേക്ക് ഒരാൾ കടന്നു വരുന്നു. ഒരു സ്ത്രീ, അതിസുന്ദരിയായി വേഷം കെട്ടി ഒരുങ്ങി ഒരു സ്ത്രീയാണ്. അവളാണ് ശൂർപ്പണഖ, രാവണന്റെ ഏക സഹോദരി. കാനന ദേശത്തൂടെ നിർബാധം സഞ്ചരിച്ച് അവൾ പഞ്ചവടിയിലെത്തി. പഞ്ചവടിയിൽ ഒരു പർണശാലയും അവിടെ സുന്ദരന്മാരായ 2 രാജകുമാരന്മാരും ഒരു സുന്ദരിയായ സ്ത്രീയും വസിക്കുന്നത് കണ്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് അവൾ എത്തി. അവരെ കണ്ടപ്പോൾ കാമാന്തയായി തീർന്ന ശൂർപ്പണഖ ആ രാജകുമാരന്മാരോട് തന്നെ സ്വീകരിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ആദ്യം രാമനോടാണ് അവൾ അപേക്ഷിച്ചത്. രാമൻ പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, നീ ലക്ഷ്മണനോട് പറയുമെന്ന് പറഞ്ഞു. അവൾ ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മണൻ പറഞ്ഞു, അയ്യേ, നീ എന്താ എന്നെ സമീപിക്കുന്നത്? ഞാനൊരു ദാസൻ മാത്രമാണ്, ശ്രീരാമന്റെ ഒരു ദാസൻ. നീ ഒരു ദാസിയായിട്ട് ഇവിടെ കഴിയാൻ പറ്റില്ല, അതുകൊണ്ട് രാമനോട് തന്നെ ചെന്ന് പറയും. രാമനാകട്ടെ വീണ്ടും അവളെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. 2 പേരും മാറി മാറി അവളെ തൻ്റെ അവളുടെ ഇംഗിതത്തിന് വഴങ്ങത്തില്ല എന്ന രീതിയിൽ തന്നെ പെരുമാറുന്ന കണ്ടപ്പോൾ ഇതിനെല്ലാം കാരണക്കാരി സീതയാണെന്ന് അവൾക്ക് തോന്നി. സീതയെ പിടിച്ചു തിന്നാനായി അവൾ അടുക്കുന്നു. അത് കണ്ടുകൊണ്ട് അവളുടെ രൂപമാകെ മാറി ഭീകര രൂപിയായി തീർന്ന് അവൾ സീതയോട് നേരെ ഓടിയെടുക്കുമ്പോൾ ലക്ഷ്മണൻ പാഞ്ഞു എന്ന് അവളുടെ മൂക്കും കാതും ഒക്കെ അറുത്ത് അവളെ വിരൂപയാക്കി വിടുന്നു. അലറി മുറയിട്ട് അവൾ തൻ്റെ സഹോദരന്മാരായ ഖരദൂഷണ ത്രിശരാക്കന്മാരെ സമീപിക്കുന്നു. 10,000 പടയോടുകൂടി അവർ ശ്രീരാമനോട് ഏറ്റുമുട്ടുന്നു. പക്ഷേ 3.25 നാഴിക കൊണ്ട് തന്നെ രാമൻ ഈ സൈന്യത്തെയും ഖരദൂഷണ ത്രിശരാക്കളെയും കാലപുരിയിലേക്ക് അയക്കുന്നു. അതിനുശേഷം അവൾ രാവണനെ സമീപിക്കുന്നു. അവളുടെ ഈ ഭീകരമായ രൂപവും അവളുടെ ദയനീയമായ സ്ഥിതിയും എല്ലാം കണ്ടുകൊണ്ട് രാവണൻ അവളോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ അവൾ പറയുന്നു, താനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു രാമലക്ഷ്മണന്മാരെന്ന് പേരുള്ള ദശരഥപുത്രന്മാര് കാട്ടിൽ താമസിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവരിൽ ഇളയവനായ ലക്ഷ്മണൻ എന്നെ ഈ രീതിയിൽ അംഗഭംഗം ചെയ്ത് വിട്ടു. രാവണൻ ഇത് കേട്ട് ക്രോധാകുലനായി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സാധിച്ചു തരും. അത് അവരോട് ഏറ്റുമുട്ടിയാൽ നിനക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അവരുടെ കൂടെ ഒരു സുന്ദരിയായ സ്ത്രീയുണ്ട്, അവളെ തട്ടിക്കൊണ്ടുവരണം. അവളെ നിനക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കുകയും ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഈ പ്രതികാരം ചെയ്യാം എന്ന് പറഞ്ഞു. അത് കേട്ട് രാവണൻ പല പ്ലാനുകളും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അതിനുള്ള വഴികൾ തേടി മാരീചന്റെ അടുത്തേക്കാണ് പോകുന്നത്. അടുത്തത് ശൂർപ്പണഖയുടെ ഈ വിലാപം കേട്ടുകൊണ്ട് ഓടിയെടുക്കുന്ന രാവണനെയും പിന്നീട് അയാളുടെ ആലോചനകളുമാണ് നമ്മളിവിടെ പാരായണം ചെയ്യുന്നത്. ശൂർപ്പണഖാ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്ത് പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാരാഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുൻപിൽ വീണുടൻ മുറയിട്ടാൾ.
മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോട് അവന് മുര ചെയ്താൻ. എന്തിത് വത്സേ ചൊല്ലിയുടെ എന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തോ വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളൂര ചെയ്ത ആളെത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ ശ്രീജിതൻ ചടനെന്തെറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസും വിചാരവുമില്ലേത് നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടല്ല ഇപ്പോഴും കേട്ടതില്ലയോ കരദൂഷണ തൃശ്രാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നത് കേട്ട് ചോദിച്ചിടിനാൻ. ദശാനനോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവനവന് ഞാൻ സോദരി ചൊന്നാളത് കേട്ട് രാവണനോട്. യാഥാനാധിപതയെ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തെങ്കിൽ നിന്നാനന്ദം കൊണ്ട് താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടംപുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗതാശ്രയഭൂതൻ ജഡാവൽക്കലം പൂണ്ട് ചാപബാണങ്ങളും എടുത്തെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടിന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിദാനും ഗൗരിയും വാണിമാധുവിന്ദ്രാണിദാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവദേവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ തൽപത്നിയാക്കിയിടുവാൻ തക്കവളെന്ന് കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽകുജനാസാകരണ ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം കരനോട് ചെന്നറിയിച്ചാൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനീരിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും വിണങ്ങിയിടുകൾ വിശ്വക്ഷണാൽ വിസ്മയൻ രാമനോട് വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർവഴിയാളാ ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ദുർസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു. ഭവാൻ തൽ സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷി ആകുമ്പോൾ ഉത്സംഗേ വസിക്കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ. കാമവൈരിക്ക് നേരെ നിൽക്കരുതോ എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ. വന്നിതില്ലേതൊന്നിദ്ര ചിന്തയുണ്ടാകമൂലം. മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം കോരനാന്തശാനനൻ കാര്യഗൗരവത്തോടും. എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുട്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമില്ലെങ്കിലോ ഞാനെന്തവ നല്ലത് വരുത്തുവാൻ ഉള്ളതിൽ മുൻപനല്ലോ. ന്യായമായി നിഷ്കന്മഷമായിരിക്കുന്ന കാര്യം മായമെന്നേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യം കേട്ടു രാവണൻ ചൊന്നാൻ. ആരുമില്ലെനിക്ക്
നിന്നെ പോലെ മുട്ടും നേരം സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരായി ഹരന്നിരുവരായി ഇത് കാലം കോമളഗാത്രിയോ രംഗന രത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ കരാദികൾ ചെന്നിത് 14,000 അവരെ നിന്ന് താനേകനായിട്ട് തൃപ്തരണത്തിങ്കൽ കൊന്നിത് 3.75 നാഴിക കൊണ്ടു രാമൻ താൻ പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനെ അതിന്നു നീ ഹേമവർണ്ണം കൊണ്ടൊരു മാനായി ചെന്നടവേൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താകുവാമകാത്രിയെ അപ്പോൾ കൊണ്ട് ഞാൻ പോന്നിടുവൻ നീ മമ സഹായമായിരിക്കൽ മനോരഥം മാമകൾ സാധിച്ചിടുമില്ല സംശയമേ. പന്തിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോര് ശത്രുവാകുന്നതവൻ മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ പോയാലും പുരമ്പൊക്ക് സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോൽപം തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ഉണ്ണമൽ അല്ലെന്നാക്കുവാൻ ആളാരടോ നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ട് ഞാൻ അടങ്ങിയിടുകരുത് നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ടമഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നാൽ എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തീരേറ്റിക്കൊണ്ടിങ്ങി പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതിലിന്ന് എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ട് ഇന്ന് തന്നെ രാക്ഷസരാജ ഭവാന ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു പോറ്റി എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു പന്നറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് ഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി പാട്ടിൽ ഉൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലൂപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദ്ര മുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിജേഷിത പറഞ്ഞു രഘുനാഥൻ ദേവിയോടു അരുൾ ചെയ്ത അനേകാന്തേ കാന്തേ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോകതിന്നിപ്പോൾ ഭിക്ഷരൂപേണ വരുമതികേ ജനകജേ നീ ഒരു കാര്യം വേണമതിന്നു മടിയാതെ മായാ സീതേ പർണശാല നിർത്തിയിടണം വന്യമണ്ഡലത്തിങ്കിൽ മറഞ്ഞു വസിക്ക നീ തനിയെ രാവണവധം കഴിഞ്ഞു കൂടുവോളോ ആശ്രയാശങ്കൽ വരാണ്ടിരുന്നിടേണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ട് ജാനകി ദേവിതാനും കോമളഗാത്രിയായ മായാ സീതേ തത്ര വർണ്ണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിരു മഹാവിഷ്ണുവായി അപ്പോൾ അടുത്തത് മാരീച നിഗ്രഹം മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൻ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും കളിപ്പാനതി സുഖമുണ്ടിത് നമുക്കിന്ന് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം
പിടിച്ചുകൊണ്ടിങ്ങി പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവനൊരു അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ. അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുധാനന്മാരുണ്ട് കാനനം തന്നിലും എന്നരുൾ ചെയ്തു. ബാണങ്ങൾ എടുത്തുടൻ ചെന്നിത് മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞ്, അടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ വിട്ടു ദൂരത്തായ ഒരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ട് അതിനേറ്റമെന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം. നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രയെന്നു ജഗന്നാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ, അയ്യോ പാപം. ആഹാ ലക്ഷ്മണ മമ പ്രാതാവേ സഹോദര, ആഹാ മമ വിധിബലം പാഹിമാം ദയാനിധേ. ആതുരനാഥം കേട്ട് ലക്ഷ്മണനോട് ചെന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ. രക്ഷിച്ചു കൊള്ളുന്നത് ലക്ഷ്മണ മടിയാതെ, രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ കേട്ട് ജാനകിയോട് ചെന്നാൻ, മുഖ്യായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞത് അവൻ തന്നെ വന്ധനായി ഞാനും കേട്ട് പോയി അകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ട് പോയിടാമല്ലോ. പങ്ക്തിഗന്ധരൻ തനിക്ക് അതിനുള്ള ഉപായമില്ല. ഉപായം ഇതെന്ത് അറിയാതെ അരുൾ ചെയ്യുന്നത് അത്രയല്ല, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ ഒരുമെന്ന് അറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിങ്കിൽ നിന്നെങ്ങനെ ദൈന്യനാഥം സംഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ട് കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നോരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ, അത് നേരം രക്ഷോജാതിയിലത്രേ നീയും ഉണ്ടായി നൂനം. ഭർത്തൃനാശത്തിനത്രേ കാംക്ഷയാകുന്നതവ ചെയ്ത സൃഷ്ടാത്മാവേ. ഞാനിത് ഓർത്തിയില്ലല്ലോ. രാമനാശാകാംക്ഷിതനായ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമൻ അവൻ തന്നോട് നിയോഗത്താൽ കൂടെ പോന്നിത് നീയും. രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും. ഇന്ന് പ്രാണത്യാഗം ചെയ്യും ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാരണോദ്യനായി നിന്നെ സോദര ബുദ്ധിയാധരിച്ചില്ല. രാഘവനേതും രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാലെ തീണ്ടുകയിൽ രാമപാദങ്ങളാണെ തീണ്ടുകയില്ലല്ലോ. ഇത്തരം വാക്ക് കേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പോത്തി. പുനരവളോടുര ചെയ്താൽ നിനക്ക് നാശമെടുത്തിരിക്കുന്നത് ഭാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ. മനുവംശാധീശ്വരപത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ പരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രയും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ.